ഹായ്, ഇന്ന് ഡേ 98 ആണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ കുറച്ച് ജോലിയും തിരക്കൊക്കെ ആയിരുന്നു. വൈകുന്നേരം നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലായിരുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്ത് പുള്ളപ്സും പുഷപ്സും ചലഞ്ചസ് എല്ലാം ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ചെയ്ത് തീർത്തിയത്. പുള്ളപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടുത്തെ ബാറിലാണ് നമ്മൾ ചെയ്തത്. അത്യാവശ്യം വലിയ പൈപ്പായതുകൊണ്ട് തന്നെ പുള്ളപ്പ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് നമ്മൾ ചെയ്ത് തീർത്തു. പുഷപ്സ് ആയാലും പുള്ളപ്സ് ആയാലും നമ്മുടെ ചലഞ്ച് ആയാലും എല്ലാം നല്ലവണ്ണം തന്നെ ചെയ്യാൻ പറ്റി. അത്യാവശ്യം വെട്ടമുള്ള സ്ഥലമായതുകൊണ്ട് വീഡിയോ എടുക്കാനും എല്ലാം ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിൽ ഡേ 98 ആണ് ഇന്ന്. 100 ഡേ ആവുന്നത് 8-ാം തീയതിയാണ്. അന്ന് നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ ഈവനിങ്ങിൽ 5 മണിക്ക് ഒരു ബോക്സിംഗ്, ഫിറ്റ്നസ്, കാലിസിനിക്സ് എല്ലാം കൂടിയുള്ള ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാനും കാസിം കോച്ച്, ഗജൽ, അൻവർ ഷാ, നിതിൻ കോച്ച്, ചിഞ്ചിൽ, അങ്ങനെ കുറച്ച് കോച്ചുമാരെല്ലാവരും കൂടിയാണ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബോക്സിംഗ്, ഫിറ്റ്നസ്, കാലിസിനിക്സ് എല്ലാം കൂടിയുള്ള ഒരു വർക്ക്ഷോപ്പാണ്. ഫ്രീ ജോയിനിങ് ക്ലാസ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ അഡ്മിഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വേണ്ടവർ അങ്ങനെയും ജോയിൻ ചെയ്യാം. എന്തായാലും നമ്മുടെ ചലഞ്ച് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ 100 ഡേയ്സ് നമുക്ക് ഒരുമിച്ച് ലാസ്റ്റ് കുറച്ച് വർക്കൗട്ട്സ് ചെയ്ത് നമ്മളെ ചലഞ്ചും കംപ്ലീറ്റ് ചെയ്യാം. വർക്ക്ഷോപ്പിൽ നമ്മൾ മാക്സിമം മറ്റുള്ളവരുടെയൊക്കെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും പലതരത്തിലുള്ള ഡൗട്ടാണ്. എങ്ങനെ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതി ചെയ്യണം വർക്കൗട്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ജിം വർക്കൗട്ടും ബോക്സിംഗ് വർക്കൗട്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, അപ്പോൾ ജിം ചെയ്യുന്ന ആൾ എങ്ങനെ കാലിസ്തനിക്സ് വർക്കൗട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പല സംശയമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അത്യാവശ്യം നമ്മുടെ ക്ലാസ്സിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സിൽ ഇന്ന് നമ്മൾ 9 വരെ പോയി കൗണ്ട്. ബട്ട് ഇതിന് പ്രോപ്പർ നമ്മുടെ ആ ഒരു പൊസിഷനൊക്കെ പോസ്റ്ററൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. ബട്ട് എന്നിരുന്നാലും നമ്മൾ കൗണ്ട് 9 വരെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഉറപ്പായിട്ടുള്ള പ്രോപ്പർ രീതിയും കിട്ടും, അതിന് റിസൾട്ടും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ചായയും കുടിച്ചു. എന്താണ് ബ്രോ, എന്താണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്? എന്താണോ നിങ്ങളുടെ സ്വപ്നം, അതിനുവേണ്ടി അങ്ങ് പ്രവർത്തിക്കുക. അതിനുവേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, എന്നെ കൊണ്ട് പറ്റുമായിരുന്നു, ഞാനൊന്ന് ട്രൈ ചെയ്തില്ലല്ലോ എന്ന്. സോ ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുക. കാരണം ടൈം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ വിലപ്പെട്ടതാണ്. ഉള്ള സമയം മിസ് ചെയ്യാതെ യൂട്ടിലൈസ് ചെയ്യുക. സ്റ്റേ ഫിറ്റ്.